ഒരു ഉരുളി നിറയെ മാൻ ബിരിയാണി ഉണ്ട്. അപ്പൊ എങ്ങനെയാ ഇന്ന് നമുക്ക് ഒരു അടിപൊളി മാനിറച്ചി കൊണ്ട് ഒരു ബിരിയാണിയാണ് നമ്മൾ ഉണ്ടാക്കാൻ പോണത്. ഈ ഉരുളിക്കകത്ത് നല്ല അടിപൊളി ദം ബിരിയാണി ഉണ്ടാക്കാൻ പോണം. ജർമ്മനിയിൽ മാനിറച്ചി സൂപ്പർ മാർക്കറ്റിൽ അവൈലബിൾ ആണ്. അങ്ങനെ കിട്ടിയ മാനിറച്ചി നമ്മൾ ഒരു 2 കിലോളം എടുത്തിട്ടുണ്ട്. അതിനകത്ത് മോരും അതുപോലെ തന്നെ ലൈം ജ്യൂസ് കൂടി പിഴിഞ്ഞൊഴിച്ച് തിരുമ്മി വെക്കുക. അതിൻ്റെ മുശുക്കുമണം മാറാൻ വേണ്ടിയിട്ടാണ്. ബിരിയാണി ഉണ്ടാക്കുമ്പോൾ ആദ്യ സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ ഗാർണിഷ് ചെയ്യുന്ന സാധനങ്ങളിൽ ആദ്യമേ നമ്മൾ വറുത്ത് കോരി വെക്കും. അപ്പോൾ നമുക്ക് സ്ലൈസ് ചെയ്ത് നമ്മുടെ ഒനിയൻ നമുക്ക് നമ്മുടെ ഉരുളിക്കകത്ത് എണ്ണ ഒഴിച്ച് വറുത്ത് കോരിയെടുക്കാം. ഈ വറുത്ത് കോരിയെടുക്കുന്ന ഉള്ളി നമുക്ക് മസാലയ്ക്കകത്ത് ഇടാനും അതുപോലെ തന്നെ നമുക്ക് ഗാർണിഷ് ചെയ്യാനുമായിട്ടാണ് ഉപയോഗിക്കുന്നത്. ഏകദേശം ഈ ഗോൾഡൻ കളർ ആകുമ്പോഴത്തേനും ഉള്ളി വറുത്ത് കോരി മാറ്റി വെക്കേണ്ടതാണ്. അതുപോലെ തന്നെ നമുക്ക് ടൊമാറ്റോയും അതുപോലെ തന്നെ വെളുത്തുള്ളി ഇഞ്ചി പേസ്റ്റാക്കി മാറ്റി വെക്കണം. ഈ ഉള്ളി വറുത്ത് കോരിയതിന് ശേഷം ആ ഉരുളിക്കകത്ത് തന്നെ നമ്മളാണെങ്കിൽ മസാല അടിക്കാൻ പോകണം. മസാലയ്ക്ക് ആവശ്യമായ ഉള്ളി ഇടുക, അതിനുശേഷം വെളുത്തുള്ളി ഇഞ്ചി ഇടുക, അതിനുശേഷം സ്ലൈസ് ചെയ്ത് വെച്ച ടൊമാറ്റോയും ചേർത്ത് ആ മസാല ജസ്റ്റ് ഒന്ന് വഴറ്റിയെടുക്കുക. വഴറ്റിയെടുത്തതിന് ശേഷം നമുക്ക് നമ്മുടെ പൊടികൾ ചേർക്കാം. വേറൊന്നുമല്ല, നമ്മുടെ മഞ്ഞൾപ്പൊടി, മുളക് പൊടി, അതുപോലെ തന്നെ ഗരം മസാല, ലേശം മല്ലിപ്പൊടി, ഇത്ര സാധനം ചേർത്ത് ഏകദേശം മസാലയുടെ പച്ചമണം മാറുന്ന കൂടെ ഒന്ന് ഇളക്കിക്കൊണ്ടിരിക്കുക. അതിനുശേഷം നമ്മൾ നേരത്തെ കഴുകി വാരി എടുത്ത് വെച്ചിരിക്കുന്ന നമ്മുടെ മാനിറച്ചി അതിനകത്ത് മിക്സ് ചെയ്തിട്ട് കുറച്ച് മല്ലിയിലയും പുതിനയിലയും കൂടെ അതിന് മുകളിലിടുക. എന്നിട്ട് മൂടി വെച്ച് ചെറിയ തീയിൽ വേവിക്കുക. ഒരു 20 മിനിറ്റിന് ശേഷം നമ്മുടെ മൂടി തുറന്ന് നോക്കുക. അപ്പോൾ നമ്മൾ ഇറച്ചി ഏകദേശം ഒരു 3/4 വേവായിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഈ 3/4 വേവായ ഇറച്ചിക്കകത്തോട്ട് ഇത് വൈൽഡ് മീറ്റ് ആയതുകൊണ്ട് അതിനകത്തോട്ട് നമുക്ക് ഹോൾ ഗരം മസാല ജസ്റ്റ് ഒന്ന് ചതച്ചേച്ചിട്ട് നമുക്ക് ആ ഇറച്ചിയുടെ മുകളിലോട്ടും കൂടി ചേർത്ത് കൊടുക്കുക. എന്നിട്ട് അത് മൂടി തുറന്ന് കുറച്ച് നേരം കൂടെ വേവിച്ച് കഴിയുമ്പോൾ അതിനകത്ത് ജലാംശം എല്ലാം പറ്റി നല്ല അതിൻ്റെ ഉപ്പെല്ലാം പാകത്തിനായിരിക്കും. അപ്പോൾ നമുക്ക് ഉപ്പ് നോക്കാം. നല്ല ടേസ്റ്റ് ഉണ്ട്. വറുത്ത കോരി ഉള്ളിയും മല്ലിയും പുതിനയും ഇട്ട് കഴിഞ്ഞാൽ മസാല റെഡി. നമുക്ക് ഇനി റൈസ് ഉണ്ടാക്കാം. 6 kg ആണ് നെയ്യ് ഉപയോഗിക്കുന്നത് കേട്ടോ. ഓക്കെ, ഒരു ഉള്ളി പകുതി സ്ലൈസ് ചെയ്തിട്ടുണ്ട്, അത് ഇടുക. അതിനുശേഷം അതിനകത്തോട്ട് ഇടുന്നത് കുരുമുളക്, ഗ്രാമ്പു, ഏലക്ക, കറുവപ്പട്ട, കത്തോലം, അതുപോലെ തന്നെ കുറച്ച് ചെറിയ ജീരകം. റൈസ് നമുക്ക് ഇതിനകത്ത് പറ്റിച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. 1 ഗ്ലാസ്സിന് 1.5 ഗ്ലാസ് വെള്ളത്തിലാണ് പറ്റിച്ചെടുക്കുന്നത്. അപ്പോൾ നമ്മുടെ മാൻ ഇറച്ചിയുടെ മസാല റെഡി ആയിട്ടുണ്ട്. അപ്പോൾ അതിന് മുകളിലോട്ട് നമുക്ക് വെന്ത റൈസ് 3/4 വേവായ റൈസ് ഇടുക. അതിനുശേഷം ഗാർണിഷ് ചെയ്ത് പാലും മഞ്ഞപ്പൊടിയും കൂടെ മിക്സ് ചെയ്ത് അതിൻ്റെ മുകളിലോട്ട് ഒഴിക്കുക. എന്നിട്ട് ടൈറ്റായിട്ട് ദം ചെയ്ത് കഴിഞ്ഞാൽ സെറ്റായി. അപ്പം നമ്മുടെ മാൻ ദം ബിരിയാണി റെഡി ആയിട്ടുണ്ട്. നമ്മൾ പൊട്ടിക്കാൻ പോവാണ്. ദമ്മ് പൊട്ടിച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും കിട്ടിയ ഒരു സ്മെല്ലുണ്ട്, ഒരു രക്ഷയില്ലായിരുന്നു. അതിന് ലുക്ക് വൈസും സൂപ്പറായിരുന്നു. ആ റൈസൊക്കെ പ്രോപ്പർ കുക്ക്ഡാണ്. അപ്പം ഇതുപോലെ തന്നെ അടിപൊളി വീഡിയോ ആയിട്ട് ഞാൻ വീണ്ടും വരാം. അതുവരെ ബൈ.